ഒരാളെ അയാളുടെ ലൈഫിൽ വളരെ ബോൾഡായിട്ടുള്ള വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാക്കി മാറ്റുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് അയാളുടെ സെൽഫ് ലവ് എന്നുള്ളത്. ഈ ഒരു സെൽഫ് ലവ് കുറഞ്ഞ ആളുകൾ എപ്പോഴും വളരെ ഇമോഷണലി വീക്കായിട്ടുള്ള ആളുകളായിരിക്കും. ഇവരെപ്പോഴും വളരെ താഴ്ന്ന മനോഭാവത്തോട് കൂടിയിട്ടായിരിക്കും ഇവരെ നോക്കിക്കാണുക. ഇവരിപ്പോൾ പറയും, ഞാനൊന്നും ഒരു കാര്യം ചെയ്താൽ ശരിയാവില്ല, അല്ലെങ്കിൽ എനിക്കൊന്നും അത് ചെയ്യാൻ സാധിക്കില്ല, ഞാനിപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ, എനിക്കിപ്പോൾ ഇതൊക്കെ സാധിക്കുകയുള്ളൂ. ഇങ്ങനെയുള്ള ഒരു താഴ്ന്ന മനോഭാവമായിരിക്കും ഇവർക്ക് ഉണ്ടായിരിക്കുക. ഈ ഒരു ഞാൻ എന്നുള്ള വാക്കിന് നമ്മുടെ ലൈഫിൽ വലിയ രീതിയിലുള്ള പ്രാധാന്യമുണ്ട്. നിങ്ങൾ ഈ ഒരു ഞാൻ എന്നുള്ള വാക്കിനോടൊപ്പം മറ്റെന്ത് വാക്ക് കൂട്ടിച്ചേർത്ത് പറയുകയാണെങ്കിലും അതൊക്കെ നിങ്ങളുടെ ലൈഫിനെ വലിയ രീതിയിൽ തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞാൻ വളരെ പവർഫുൾ ആണെന്ന് പറയുമ്പോൾ ഈ ഒരു വേർഡ് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ രജിസ്റ്റേർഡ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഒരു ഫെയിലിയർ ആണെന്ന് പറയുമ്പോഴും ഇത് മതി നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ രജിസ്റ്റേർഡ് ആവുന്നുണ്ട്. സോ നമ്മൾ എന്താണോ നമ്മളെ കുറിച്ചിട്ട് വിശ്വസിച്ച് വെച്ചിരിക്കുന്നത് അത് മാത്രമേ നമുക്ക് നമ്മളുടെ പുറത്തെ ലോകത്ത് കാണാൻ സാധിക്കുകയുള്ളൂ. ഇനി നല്ല രീതിയിൽ സെൽഫ് ലവ് കീപ്പ് ചെയ്യുന്നവരെ ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അവരെടുക്കുന്ന എല്ലാ ആക്ഷൻസിലും അവർക്ക് നല്ല രീതിയിലുള്ള കോൺഫിഡൻസ് ഉണ്ടായിരിക്കും. അത് മാത്രമല്ല, ഈ മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് ചിന്തിച്ചുകൊണ്ട് അവരൊരിക്കലും ആര് വിചാരിച്ച കാര്യങ്ങളെ ചെയ്യാതിരിക്കില്ല. അവർ ഇമോഷണലി വളരെ സ്ട്രോങ് ആയിരിക്കും. ഇനി എങ്ങനെ നമുക്ക് ഈ ഒരു സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കുമെന്ന് നോക്കാം. ഈ ഒരു സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, നിങ്ങൾ തന്നെ നിങ്ങളെ നല്ല രീതിയിൽ കെയർ ചെയ്യുക. രാവിലെ നേരത്തെ എണീക്കുക, വർക്കൗട്ട് ചെയ്യുക, നിങ്ങളുടെ ഫിസിക്കൽ ഹെൽത്ത്, നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത്, ഇതിനൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ മാനേജ് ചെയ്യുക. നിങ്ങളുടെ സ്കിൽസിനെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യുക. പോസിറ്റീവായിട്ടുള്ള ഇൻഫോർമേഷൻസ് നിങ്ങളുടെ മനസ്സിലേക്ക് ഫീഡ് ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ നിങ്ങളോടുള്ള ആ ഒരു സെൽഫ് റെസ്പെക്റ്റ് നല്ല രീതിയിൽ വർദ്ധിക്കും. ഇതിനോടൊപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഈ ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ മാക്സിമം മാറി നിൽക്കുക. അതായത് ഗോസിപ്പിംഗ്, നെഗറ്റീവ് ന്യൂസ്, ടോക്സിക് റിലേഷൻഷിപ്സ്, ഇത്തരത്തിൽ നിങ്ങളുടെ മനസ്സിനെ ദുർബലമാക്കുന്ന എല്ലാ കാര്യങ്ങളെയും നിങ്ങളുടെ ലൈഫിൽ നിന്ന് മസ്റ്റായിട്ടും അവോയ്ഡ് ചെയ്യുക. ഈ ഒരു സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും, നിങ്ങൾ വളരെ യുണീക്കായിട്ടുള്ള ഒരാളാണ് എന്നുള്ളത്. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങളുടെ സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ നിങ്ങളുടെ വീക്ക്നെസ് എന്തൊക്കെയാണ് എന്നുള്ളത്. അതുപോലെ തന്നെ നിങ്ങളുടേതായിട്ടുള്ള വളരെ ബോൾഡ് ആയിട്ടുള്ള ഒരു വ്യക്തിത്വം നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ സാധിക്കും. ജസ്റ്റ് ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളിപ്പോൾ എത്ര വലിയ മോശപ്പെട്ട അവസ്ഥയിലൂടെ കടന്നു പോവുകയാണെങ്കിലും അതിനെയൊന്നും കാര്യമാക്കി എടുക്കാതെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിനെ ഇനി മുതൽ എൻജോയ് ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ സ്വയം നിങ്ങളെ തന്നെ സ്നേഹിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് മിറാക്കിൾസിനെ കൊണ്ടുവരും. നിങ്ങൾ സ്വയം നിങ്ങളുടെ എബിലിറ്റീസിനെ ഇമ്പ്രൂവ് ചെയ്യും തോറും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ അടുത്തേക്ക് വരും. അതിപ്പോൾ മെറ്റീരിയൽ ആയിട്ടുള്ള വസ്തുക്കളാണെങ്കിലും ശരി, മറ്റാളുകളാണെങ്കിലും ശരി. സോ നിങ്ങളിവിടെ ചെയ്യേണ്ട ഒരു ഒറ്റ കാര്യമേ ഉള്ളൂ, നിങ്ങൾ നിങ്ങളെ നല്ല രീതിയിൽ കെയർ ചെയ്യുക. ഈ ഒരു സെൽഫ് ലവ് നമ്മുടെ ലൈഫിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഇതിലൂടെ തന്നെ നമുക്ക് നമ്മുടെ ലൈഫിലുള്ള ഒരുപാട് പ്രോബ്ലംസിനെ പരിഹരിക്കാൻ സാധിക്കും. ഫ്രണ്ട്സ്, അടുത്ത 60 ഡേയ്സിൻ്റെ ഉള്ളിൽ നിങ്ങളിലുള്ള വറീസ്, ടെൻഷൻ, സെൽഫ് ഡൗട്ട്സ് ഇതൊക്കെ മാറ്റിയിട്ട് വളരെ ബോൾഡായിട്ടുള്ള ഒരു വ്യക്തിത്വം നിങ്ങൾ ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ മെൻറ്റർഷിപ്പ് പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇവിടെ നിങ്ങൾക്കായിട്ട് ഒരു പേഴ്സണൽ മെൻറ്ററുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കും. അദ്ദേഹം നിങ്ങളെ ഡെയിലി ഗൈഡ് ചെയ്ത് നിങ്ങളുടെ ഗ്രോത്ത് എന്നുള്ളത് ഉറപ്പുവരുത്തുന്നുണ്ടായിരിക്കും. സോ സ്ക്രീനിൽ കാണുന്ന ഒരു നമ്പറിലേക്ക് സപ്പോർട്ട് എന്ന് നിങ്ങൾ വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ടീമിൽ നിന്നും നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. സോ ഫ്രണ്ട്സ്, ദാറ്റ്സ് ഇറ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.